ഹായ് അസ്സലാമലൈക്കും. നമുക്കിന്ന് ഉണക്കക്കൊഞ്ചും കോവയ്ക്കയും കൂടി പീര വെച്ചതിൻ്റെ റെസിപ്പി നോക്കാം. അതിനു മുമ്പായി ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ചുമന്നുള്ളി, തേങ്ങാപ്പീര, കഴുകി വൃത്തിയാക്കിയ ഉണക്കക്കൊഞ്ച്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കോവയ്ക്ക എന്നിവയെല്ലാം കൂടി നമുക്കൊരു മൺചട്ടിയിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്കൊരു ചെറിയ പീസ് കുടംപുളി കഴുകി വൃത്തിയാക്കിയതും കൂടി ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഉപ്പ്, കറിവേപ്പില എന്നിവ ചേർത്ത് നല്ല രീതിയിൽ ഈ അരപ്പെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിപ്പോഴൊന്നും ഗ്യാസ് കത്തിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം നല്ല മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഗ്യാസ് ഓണാക്കി ചട്ടി അടുപ്പിൽ വെച്ച് അടച്ച് വെച്ച് നല്ല രീതിയിലൊന്ന് വെള്ളം പറ്റുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. നല്ല രീതിയിൽ വെള്ളമൊക്കെ പറ്റി ഈ പീരയൊന്ന് സെറ്റായിട്ട് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്കിതിനാവശ്യമായ കടുക് വറുത്തെടുക്കാം. ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് നല്ലവണ്ണം ചൂടാകുമ്പോൾ എണ്ണയൊഴിച്ച് കടുകിട്ട് സ്വല്പം ഉലുവയിട്ട് അതെല്ലാം നല്ലവണ്ണം പൊട്ടിയതിന് ശേഷം സ്വല്പം ചുമന്നുള്ളി അരിഞ്ഞതും വറ്റൽമുളക് ചതച്ചതും കറിവേപ്പിലയും കൂടിയിട്ട് നല്ലവണ്ണം താളിച്ചെടുക്കാം. ഇതിനി നമുക്ക് പീര വറ്റിച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കോവയ്ക്ക, ഉണക്കച്ചെമ്മീൻ, പീര വറ്റിച്ചതിട്ട് റെഡിയാണ്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ അസ്സലാമു അലൈക്കും.